ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒടുവിൽ പാറ്റകളുടെ സമരം വിജയം കണ്ടു. കംപ്ലീറ്റ് ആയിട്ട് വിജയം കണ്ടു എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഇതുവരെ മുട്ടുകുത്താതെ നമ്മുടെ ഗവൺമെന്റ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവജന മൂവ്മെന്റിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നു. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ആദ്യത്തെ ആവശ്യം നടപ്പിലായി. അവരുടെ ആഹ്ലാദ പ്രകടനമാണ് അഭിജിത് ദീപ്കയുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് പാറ്റകളുടെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്ത്. ഇത് ഞാനൊന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് പറയാം എന്താണ് എഴുതി പിടിപ്പിച്ചേക്കുന്നതെന്ന്. എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഞാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കും വേണ്ടി സമർപ്പിതമായി പ്രവർത്തിച്ചു വരുന്നു. ശക്തവും ഉൾക്കൊള്ളുന്നതും ദൂരദർശിത്വമുള്ളതുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ശക്തമായ ഒരു രാജ്യത്തിന്റെ അടിത്തറയാണെന്ന് എൻ്റെ എക്കാലത്തെയും വിശ്വാസം. സീരിയസ്ലി ഡ്യൂഡ്, നിങ്ങൾ തന്നെയാണ് ഇത് എഴുതി പിടിപ്പിച്ചേക്കുന്നത്. കണക്കുകൾ ഞാൻ നേരത്തെ അവിടെ ഇരിക്കുക കേട്ടോ. ഈ ദൂരദർശിനിയൊക്കെ അവിടെ ഉണ്ടോ നമുക്ക് അറിയണമല്ലോ. രാജ്യത്തെ യുവജനങ്ങളുടെ ആഗ്രഹവും വികാരവും അവരുടെ ന്യായമായ ഇത്രയായപ്പോഴാണോ ന്യായമായതെന്ന് മനസ്സിലാവുന്നുണ്ട്. പ്രതീക്ഷകളും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ യുവതലമുറയുടെയും സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് എന്നത് നമ്മുടെ എല്ലാവരുടെയും രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിലെ ഒരു ധാർമ്മിക പ്രതിബദ്ധതയാണ്. ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ദൂരദർശിയായ നേതൃത്വത്തിൽ രാജ്യസേവനം ചെയ്യാനുള്ള അവസരം ലഭിച്ചതിൽ ഞാൻ അദ്ദേഹത്തോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുക. നന്ദിയില്ലാത്ത പരിപാടിയൊന്നുമില്ല. 2026 മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേടുകൾ കണ്ടെത്തപ്പെട്ടു. അതിന് കേന്ദ്ര സർക്കാർ ഉടനെ തന്നെ പ്രതികരിച്ച് അന്വേഷണം CBIക്ക് കൈമാറുമെന്നും പരീക്ഷ റദ്ദാക്കുകയും പുതിയ പരിഷ്കരണ തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രീതിയിൽ നടത്തുവാനും തീരുമാനിച്ചു. ഈ കാലയളവിൽ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷ യാതൊരു തടസ്സവും കൂടാതെ സുഗമമായി നടത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന മുൻഗണന. 20 ലക്ഷം വിദ്യാർത്ഥികൾ സുഗമമായി പരീക്ഷ നടത്തി. പക്ഷെ 10-20 പേരിൽ മുകളിൽ ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കി. അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇതിനായി ദ വോൾ ഓഫ് ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചു. കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരുകളും പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങളും നിർണായ പങ്കുവഹിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ 2026 ജൂൺ 21 പരീക്ഷ വിജയകരമായി നടത്തി. ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ ഈ ഉത്തരവാദിത്വം പൂർണ്ണമായി ഏറ്റെടുത്തു. ഈ സാഹചര്യത്തെ ഒരിക്കലും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. പരീക്ഷ മാഫിയുടെ കാരണത്താൽ ഒരു കഴിവുള്ള വിദ്യാർത്ഥിയുടെയും ഭാവി നശിക്കരുതെന്നും ഒരു വിദ്യാർത്ഥിയോടും അനീതി നടക്കരുതെന്നും ഞാൻ ഉറച്ച പ്രതിജ്ഞ എടുത്തു. എവിടുന്ന് പ്രതിജ്ഞ എടുത്ത കുഞ്ഞ് ഇത്രയും ദിവസം വേണ്ടി വന്ന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി രാജി ആവശ്യപ്പെടാൻ. ജൂലൈ 16 പ്രഖ്യാപിച്ച നീറ്റ് UG ഫലങ്ങൾ തൃപ്തികരമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്ക സാഹചര്യത്തിൽ നിന്നുള്ള നിരവധി മിടുക്കരായ വിദ്യാർത്ഥികൾക്കും വിജയം നേടാൻ സാധിച്ചു. എന്നാൽ ഇതിനിടയിൽ ചില വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലർ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അത് എന്നെ അത്യന്തം ദുഃഖിപ്പിച്ചു. ഞാൻ ഇപ്പോഴും നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തിയിട്ടുണ്ട്. യുവജനങ്ങളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഞാൻ എപ്പോഴും ആഴത്തിൽ ബഹുമാനിച്ചിട്ടുണ്ട്. അവർ ഇന്ത്യയുടെ ഭാവി മാത്രമല്ല, പുതിയതും വികസിതവുമായ ഇന്ത്യയുടെ വാഹകരും നിർമ്മാതാക്കളും ഭാവിയുടെ ശില്പികളുമാണ്. ഇനിയാണ് മെയിൻ കാര്യങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് ഏറെ ദുഃഖിച്ചു. ഇത് എനിക്ക് വ്യക്തിപരമായ മാനക്കേടിന്റെ വിഷയമല്ല. ഇന്ത്യയുടെ യുവശക്തിയാണ് ഇന്ത്യ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. രാജ്യത്തെ യുവശക്തിയെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതാണ് എൻ്റെ പ്രതിജ്ഞ. ജന്തർ മന്ദിറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നിലവിൽ രൂപപ്പെട്ടിരുന്ന സാഹചര്യത്തെ രാജ്യവിരുദ്ധ ശക്തികൾ ദുരുപയോഗം ചെയ്യാതിരിക്കണം. രാജ്യത്തിന്റെ ഐക്യം നിലനിൽക്കണം. ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി നിയമക്കുരുക്കുകളിൽ അകപ്പെടരുത്. നമ്മുടെ കുട്ടികൾ അവരുടെ സമയം പഠനത്തിനും ഭാവി നിർമ്മിക്കാനുമായി വിനിയോഗിക്കണം. ഈ ചിന്തകൾ മുൻനിർത്തി ഞാൻ എൻ്റെ രാജിക്കത്ത് ആദരണീയനായ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചത്. ഇതും പറഞ്ഞിട്ട് ആണ് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെച്ചിരിക്കുന്നത്.
ഇത് പുള്ളി പറഞ്ഞതുപോലെ സ്വയമേ രാജിവെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ പുറകിൽ വെൽ പ്രഷർ അണ്ണൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വ്യക്തമായ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാജി തന്നെ നടന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു കുറിപ്പുമായി വരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഒരു വീഡിയോ ഇട്ടു. നിങ്ങൾ കണ്ടായിരുന്നോ? ഒരു സെൽഫി ക്യാം പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ. രാജ്യത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാ ആളുകളും ചെയ്യുന്നത് ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തി ഇതിനൊരു മറുപടി നൽകും, അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നൽകും. നമ്മുടെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പത്രസമ്മേളനം വിളിച്ചു വരുത്തിയുള്ള ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് പുള്ളി ഒരു സെൽഫി ക്യാം എടുത്തൊരു വീഡിയോ അങ്ങോട്ട് പടച്ച്. അതിൻ്റെ പിന്നിലുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അവരൊരു സെൽഫി ക്യാം ഇങ്ങനെ അങ്ങോട്ട് തുറന്നു വെച്ച് അവർക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി സംസാരിക്കും, ഇങ്ങനെ സംസാരിക്കും അല്ലേ? അപ്പോൾ ആ സംസാരം കാണുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രേക്ഷകർ എന്താണ് വിചാരിക്കുന്നത്? അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, നമ്മളോട് അത്രയും അടുത്ത് നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ എൻ്റെ പ്രജകളാണ് എന്നുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. അത്രയും നമ്മുടെ വീട്ടിലെ ഒരാൾ, നമ്മുടെ അംഗത്തെ പോലുള്ള ഒരാൾ വന്ന് നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു ഫീല് അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ നിങ്ങളിൽ ഒരാളാണ്, ഞാൻ നിങ്ങളെപ്പോലാണ് പെരുമാറുന്നത്, യുവജനങ്ങളെ പോലാണ്, നിങ്ങളുടെ വൈബ് ഞാൻ മനസ്സിലാക്കുന്നു. ആ രീതിയിൽ അണ്ണൻ പടച്ചുവിട്ട വീഡിയോ ആണ്. ആരോ എഴുതി കൊടുത്ത സാധനം അതുപോലെ വന്ന് വായിച്ചു. അതുകൊണ്ടാണ് ഇച്ചിരി ഗ്യാപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ആ സംസാരത്തിൻ്റെ ഇടയിൽ. കാരണം എന്താ, പിള്ളേരാണെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഈ സമരം വിളിക്കാൻ വന്ന പിള്ളേർക്ക് പകുതി ആളുകൾക്കും അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആളുകൾക്കും പാർട്ടി എന്ന് പറയുന്ന സാധനം ഇല്ല. അവരെ ആര് പിന്തുണയ്ക്കുന്നു, അവർക്ക് എവിടെയാണോ ഗുണം ഉണ്ടാവുന്നത് അവർ അങ്ങോട്ട് ചായും. ഈ ഒരു ഗ്യാപ്പിൽ രാഹുൽ ഗാന്ധി കയറി ഗോൾ അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഗോൾ അടിച്ച് അത് വിജയകരമായി കഴിഞ്ഞാൽ ഈ പിള്ളേർ മൊത്തം രാഹുൽ ഗാന്ധിയുടെ പുറകിലങ്ങ് പോകും, വേണമെങ്കിൽ പറയാൻ പറ്റൂല. അപ്പോഴത്തേക്ക് വിരലിട്ടോണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി മോദിജിക്ക് പറ്റത്തുള്ളൂ. അപ്പോ വേറെ വഴിയില്ല, ഇവരെ കയ്യിലെടുക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ലെന്ന് മനസ്സിലായി. ആദ്യം അവന്റെ രാജിക്കത്ത് കൊടുപ്പിക്കുക, എന്നിട്ട് പിള്ളേരെ കയ്യിലെടുക്കുക എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇതാണ് ഇതിനകത്ത് നടന്ന സ്ക്രിപ്റ്റ്, ഇതാണ് ഇവരുടെ കഥ, ഇതാണ്. വേറെ മാർഗമില്ലാഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടാണെന്ന് അറിയിക്കാൻ വേണ്ടി പിള്ളേരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയാ. എന്താണെങ്കിലും പക്കാ പൊളിറ്റിക്സ്. അല്ലാതെ കുട്ടികളുടെ ഈ അടിയും കൊണ്ട് അവര് പറയുന്നത് കേട്ടിട്ടാണെന്നാണ്. ഇവർക്ക് വേറെ നിർവാഹമില്ലാതായി പോയി. നിലനിൽപ്പാണല്ലോ എല്ലാത്തിന്റെ ആധാരം. അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ കുട്ടികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് അവരുടെ ആദ്യത്തെ ആവശ്യം ഇപ്പൊ അംഗീകരിച്ചത്, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ രാജിവെക്കണമെന്നുള്ളത്. പാർട്ടിയും മതവും ഒന്നും നോക്കാതെ രാജ്യത്തിന്റെ ഭൂരിഭാഗം ആളുകളും കുട്ടികളോടൊപ്പം നിന്നു. കാര്യം അവർ പറയുന്ന കാര്യത്തിൽ കഴമ്പുണ്ടെന്നേ. ഇത് നമ്മുടെ ഭാവിയുടെ കാര്യമാണ്. അതുകൊണ്ട് നോ കോംപ്രമൈസ് ഈ പരിപാടിയിൽ. സത്യത്തിൽ നല്ലൊരു തുടക്കമാണ്, ഇതൊരു നല്ല തുടക്കമാണ്. ഇങ്ങനെ തന്നെ വേണം. നമ്മുടെ വിദ്യാർത്ഥികളുടെ മുന്നിൽ BJP ഗവൺമെന്റ് മുട്ടുകുത്തി, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, മുട്ടുകുത്തിച്ചു. കർഷക സമരം അടിച്ചമർത്തിയതുപോലെ അടിച്ചമർത്താൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അതിന്റെ മെയിൻ കാരണം പവർ ഓഫ് സോഷ്യൽ മീഡിയ. അതാണ് നമ്മുടെ ഈ ഒരു സമരം നമ്മളെ കാണിച്ചു തന്നത്. സോഷ്യൽ മീഡിയയുടെ പവർ. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള തലമുറയാണ്. ആ ഒരു സോഷ്യൽ മീഡിയയുടെ പവറാണ് നമ്മൾ കണ്ടത്. ഇത്രയും ആളുകൾ അവിടെ ഗ്യാദർ ആവാനും ഇതൊരു സമരമായിട്ട് മാറാനും. സോഷ്യൽ മീഡിയ തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണല്ലോ ഇപ്പോൾ ഇത്രയും ഒരു ഓഫ്ലൈൻ സമരത്തിലോട്ട് വന്നത്. ഗവൺമെന്റ് ഇതുപോലെ മുട്ടുകുത്താനുള്ള കാരണം അത് തന്നെയാണ്. കർഷകർ വന്ന് അവിടെ സമരം നടത്തിയിട്ട് എന്തുണ്ടായി? അവർക്ക് വേറെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങ് കുഞ്ഞും തെറിച്ച് തന്ന കുറച്ച് ന്യൂസും കുറച്ച് പോസ്റ്റുകളും അല്ലാതെ ഇപ്പൊ ഈ കിട്ടിയ പോലെ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കർഷകർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും അറിഞ്ഞ കാര്യമാണ്, എല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതുപോലെ ഇതിന്റെ ആഴങ്ങളിലോട്ട് ഇറങ്ങി ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചയായിട്ടില്ല അന്ന്. അതുകൊണ്ട് ഇവർക്ക് ആ ഒരു സമരം അടിച്ചമർത്താൻ എളുപ്പമായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട്, കർഷകർക്ക് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനും ജയ് വിളിക്കാനും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും വന്നില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അങ്ങനെയല്ല. ജനങ്ങൾ മൊത്തത്തിൽ ഇറങ്ങി, കുട്ടികളോടൊപ്പം ഇറങ്ങി. അന്ന് അവർ കർഷകരുടെ മാത്രം ആവശ്യമായതുകൊണ്ട് സിമ്പിളായിട്ട് BJPക്ക് നൈസായിട്ട് അതിനകത്ത് തലയൂരാൻ പറ്റി, അടിച്ചമർത്താൻ പറ്റി. പക്ഷെ ഇവിടെ നടന്നില്ലത്. അടിച്ചമർത്താൻ നോക്കിയിട്ടൊന്ന് കുമ്പിടാൻ വേണ്ടിയിട്ടുള്ള സമയം പോലും പിള്ളേർ കൊടുത്തില്ല എന്നുള്ളതാണ്. ഈ ഒരു സമരത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു പിന്നോട്ട് പോയിട്ടില്ല. BJP ചർച്ചയ്ക്ക് ഒത്തുതീർപ്പിന് വിളിച്ച സമയത്ത് ആദ്യം ലവൻ എടുത്ത് വെളിയിൽ കളാം എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ, എന്നിട്ട് മതി ബാക്കി പരിപാടികൾ. ഇതാണ് അവരുടെ മറുപടി. നിലപാട്, നട്ടല് വളയാത്ത നിലപാട്. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റീസ് കണ്ടുപഠിക്കണം. ആരുടെയും പപ്പറ്റായിട്ട് നടുവ് വളച്ച് കുനിഞ്ഞു നിന്ന് ശീലമുള്ള സെലിബ്രിറ്റീസ് കണ്ടുപഠിക്കണം. ഇതാണ് നിലപാട്. അവരാ നിലപാടിൽ ഉറച്ചു നിന്നു. ഗവൺമെന്റിന് കുനിയേണ്ടി വന്നു അവരുടെ മുന്നിൽ. അപ്പൊ സോഷ്യൽ മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് മോദിജിക്ക് കൃത്യമായി മനസ്സിലായി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ? കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭയിൽ മോദിജി എല്ലാ മന്ത്രിമാരോടും ഒരു കാര്യം പറഞ്ഞു.
ഞാൻ ആ ന്യൂസ് ഒന്ന് വെക്കാം. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ലെങ്കിൽ മന്ത്രിപ്പണി ഉണ്ടാകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ്. എല്ലാ മന്ത്രിമാരും ഇൻസ്റ്റയിൽ ആക്റ്റീവ് ആകണമെന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. CJP സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രി മന്ത്രിമാരോട് ജെൻ സി ആകാൻ ഉപദേശിച്ചത്. യുവാക്കളുമായിട്ട് മന്ത്രിമാർക്ക് യാതൊരു കണക്ടിവിറ്റിയും ഇല്ല എന്ന പരാമർശത്തോടു കൂടിയാണ് മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. അർദ്ധരാത്രിയിൽ സെൽഫി ഉപയോഗിച്ച എന്തുകൊണ്ട് വീഡിയോ ചെയ്തു അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കി അത് യുവാക്കളുമായി നേരിട്ട് എത്താനുള്ള അവരിൽ എത്താനുള്ള തന്റെ ഒരു മാർഗമായി താൻ അതിനെ ഉപയോഗിച്ചു. ഇന്നലെ അർദ്ധരാത്രി നൽകിയ വീഡിയോ സന്ദേശത്തെക്കുറിച്ച് അദ്ദേഹം യോഗത്തിൽ വിശദീകരിച്ചു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ജനങ്ങളുമായിട്ടും അല്ലെങ്കിൽ യുവാക്കളുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ്. പരമ്പരാഗതമായ അല്ലെങ്കിൽ പത്രസമ്മേളനങ്ങളോ അല്ലെ ആ രീതിയിലുള്ള കാര്യങ്ങളല്ല വേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ യുവാക്കളുമായിട്ട് നിങ്ങൾ എത്തിക്കുക, അല്ലാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുമായിട്ട് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ മന്ത്രിപ്പണിക്ക് കൊള്ളത്തില്ല അല്ലെ മന്ത്രിപ്പണിയിൽ ആ കാര്യമില്ല എന്ന രീതിയിലുള്ള പരാമർശം കൂടി പ്രധാനമന്ത്രി നടത്തി. ഇന്ന് 2 മണിക്ക് നീറ്റ് അല്ലെങ്കിൽ പരീക്ഷ ചോർച്ച അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ച അത് തടയുന്നതിനുള്ള അത് ഗുരുതരമായി കുറ്റമാക്കുന്ന ബില്ല് അംഗീകാരമുള്ള മന്ത്രിസഭാ യോഗത്തിൽ പാർലമെന്റ് ഹൗസിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം. ഇത് തന്നെയാണ് യുവാക്കളുമായിട്ടുള്ള ബന്ധം വേണ്ടത്. CJPയുടെ സമരത്തെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മനംമാറ്റത്തിലേക്ക് മന്ത്രിമാർ തയ്യാറാവണം എന്ന് വ്യക്തമായിട്ട് തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശം കൊടുത്തു. കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്കണ്ട. ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ മന്ത്രിമാർക്ക് പരിപാടി പണിയില്ലെന്ന് ആലോചിച്ച് നോക്കണേ. പിള്ളേരുടെ സമരത്തിന്റെ എഫക്റ്റ് ആണ്. ഇൻസ്റ്റഗ്രാം വേണം മന്ത്രിമാർക്ക്. നിലനിൽപ്പില്ലടേ. പിള്ളേരെ പിടിക്കാതെ ഇവർ പരിപാടി നടക്കത്തില്ല. അവർക്ക് മനസ്സിലായി ഭയങ്കര മുട്ട ഹേറ്റാണ് ഇവന്മാര് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പിൽ മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും എടുത്തു മക്കളെ ഇൻസ്റ്റഗ്രാം വെച്ച് കാച്ചിക്കോ. ഇനി പത്രസമ്മേളനം വേണ്ട, എല്ലാവരും ഫുൾ ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവ് ആയിക്കോളാൻ. എന്താ പരിപാടി. ഇപ്പൊ ഇനി മിക്കവാറും നമ്മൾ ഇനി കുറച്ച് കാലത്തേക്ക് കാണാൻ പോകുന്നത് എങ്ങനെ പിള്ളേരെ സോപ്പിടാം. പിള്ളേരെ സോപ്പിടുന്ന പരിപാടി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ഈ VD സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി പിള്ളേരെ സോപ്പിടല. ആദ്യം മറ്റേ മോഡിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ആൾനാട്ടുകാരെ പറ്റിച്ച്, എന്നിട്ട് പ്രിയദർശിനി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഓരോ പരിപാടി ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഫുട്ബോളിന് അവധി കൊടുത്തത് അടക്കമുള്ള പിള്ളേരെ സോപ്പിടുന്ന പരിപാടിയാണ്. ഇതാണ് ഇപ്പം മെയിൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു രാജിയും. അല്ലെങ്കിൽ ഇവന്മാരെ കാണും അനങ്ങുന്നവന്മാരാണോ? അനങ്ങത്തില്ല. ഒരു ഉളുപ്പില്ല അവിടെ. ഞാൻ ഊഞ്ഞി കിടക്കുവോടെ. നിങ്ങൾ ആലോചിക്കണം, 1 അല്ല 2 അല്ല 10 അല്ല 20 അല്ല പലതവണ, എനിക്ക് തോന്നുന്നു 80-ലധികം തവണ BJP ഗവൺമെന്റ് അധികാരത്തിലെത്തിയിട്ട് നമ്മുടെ പല പരീക്ഷകളിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടുണ്ട്. ഇത്രയും നാള് ഇല്ലാത്ത ബോധോദയമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനും ഒക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഞാനൊരു വീഡിയോ കാണാം. ഈ പുള്ളി ഇതുവരെ 2004 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ ഡീറ്റെയിൽസ് പുള്ളി കളക്ട് ചെയ്തിട്ട് പുള്ളി ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. ഞാനതൊന്ന് വെക്കാം. I analyzed every paper leak incidents in India going back from 2004 to 2026. The reason I did this exercise is because I believe we form opinions based on what we see on Instagram and what we read on WhatsApp. I honestly and truly believe that data is the ultimate truth. So I built an app that harvested 6,000 pieces of information, verified every single link to create a data set that tells you when the leak occurred, where the leak occurred, the name of the exam, the conducting body, the number of students impacted, and if there were any deaths associated with the paper leaks. By the way, this data set is completely free. It is available to you. The link will be in the comments. Now here is what the data reveals. From 2014 to 2026, 12 years, there were 89 incidents of paper leaks. If you compare that to time period from 2004 to 2014, when we had 24 incidents of paper leaks. Now if you average that by year, that is 7 incidents in the last 12 years versus 2 incidents per year from 2004 to 2014. About 78% of leaks happen in state recruitments, primarily in public service commissions and state police exams. The epicenters for this are Rajasthan, UP, Bihar, MP, Gujarat and Uttarakhand. Pay attention to this because the number of incidents rose significantly between the time period of 2021 and 2024, where we see 52 incidents of paper leaks just in that time period. Like I said, 21 തൊട്ട് 24 വരെ 52 തവണയാണ് പേപ്പർ ലീക്ക് ഉണ്ടായിരിക്കുന്നത്. കൂടി വരികയാണ്. ഇതിനൊരു അറുതി ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ ഈ 52 എന്നുള്ളത് പിന്നെ 152 ആവും. നമ്മുടെ പിള്ളേരുടെ മാനസികാവസ്ഥ തകരും, ഭാവി നശിക്കും. ഈ സിസ്റ്റത്തിനകത്ത് പിന്നെ ഒരു രീതിയിലുള്ള വിശ്വാസ്യത ഇപ്പൊ തന്നെ ഇല്ല.
ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ സിമ്പിൾ അല്ലേ പേപ്പർ ലീക്ക്, ഇതോ പിടിക്കുന്നുണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കാണാത്ത എത്രയോ ലീക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആലോചിച്ച് നോക്ക്, ഇത്രയും പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നൈസായിട്ട് കീഴേ കൂടെ ലീക്കാക്കി വിടും, ഓമാർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കയറ്റും. സിമ്പിൾ പരിപാടി. ഇവർക്ക് മനസ്സിലായി ഈ പേപ്പർ ലീക്ക് ആവുന്ന ഇത്ര വലിയ പ്രശ്നമാണെന്ന് മനസ്സിലായി. ഇതുകൊണ്ടൊന്നുമല്ല, ഈ പിള്ളേർ സമരം ചെയ്ത് അവരുടെ കരച്ചിൽ ഈ നാട് മൊത്തം കേട്ട് നാട് മൊത്തം അതിന്റെ കൂടെ നിന്ന്, അതുകൊണ്ടാണ് കുമ്പിടാതെ വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. നമ്മുടെ പ്രതിപക്ഷത്തിന് പോലും സാധിക്കാത്തത് നമ്മുടെ പിള്ളേർ സാധിക്കുമെന്ന് അവർ തെളിയിച്ചു. ചില നടന്മാരും നടിമാരും ചില സെലിബ്രിറ്റീസും ഒക്കെ പറയുന്ന പോലെ നിങ്ങൾ സമരം നിർത്തൂ, വീട്ടിലോട്ട് മടങ്ങൂ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇരുന്നായിരുന്നെങ്കിൽ മൂഞ്ചി തെറ്റിപ്പോയനെ, ഇതെങ്ങും എത്താതെ പോയനെ. അതൊന്നും കേൾക്കാതെ അവരുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു. അതിന്റെ ഫലമാണ് ഈ കിട്ടിയത്. ഇപ്പോൾ സ്റ്റിൽ ഇപ്പോഴും ഒരു 100% വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഒരു 50% അവരുടെ ആദ്യത്തെ ആവശ്യം സാധിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ആരുടെയെങ്കിലും മുമ്പിൽ, ഏതെങ്കിലും ഒരു സമരത്തിന്റെ മുമ്പിൽ BJP ഇത്തരത്തിൽ മുട്ടുകുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ അറിവിലില്ല. ഈ സമരം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തോരം പരിപാടികൾ മരിച്ചതെന്നറിയോ? എന്തോരം പരിപാടികൾ, പല തരത്തിലുള്ള തെറ്റായ ഇൻഫർമേഷൻസ് സോഷ്യൽ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്യിപ്പിച്ചു. പലതരത്തിലുള്ള ഓരോന്നോരോന്ന് 1 by 1 ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. तो एक वीडियो ना अभी आपके इंस्टाग्राम पे व्हाट्सएप पे बहुत जल्दी आने वाली है, ये बीजेपी वालों ने चलानी स्टार्ट कर दी है। ये फैलाया जाएगा, देखो इस्लामिक नारे लग रहे हैं कॉकरोच जनता पार्टी की प्रोटेस्ट में, और ये तो एक तरीके से एंटी नेशनल लोग हैं, सारे पाकिस्तानी हैं। गलत है, क्लिप्ड वीडियो है, आधी कटी हुई वीडियो है, पूरी वीडियो ये रही। मुसलमान भारत माता की जय, जय श्री राम, और नहीं बोलते, हम बोलते हैं, हम एक हैं, हम एक हैं, जय श्री राम, भारत माता की जय, नारे तकबीर। അവര് ജയ് ശ്രീരാം പറയുന്നുണ്ട്, ബോലോ തക്ബീർ, എല്ലാ മതത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരം അതിനകത്തുനിന്ന് ആ ചെറിയൊരു ഭാഗം മാത്രം, ഈ ബോലോ തക്ബീർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇവർ സ്പ്രെഡ് ചെയ്തേക്കാണ്. ഇവന്മാർ താണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. മതം വെച്ചിട്ട് ഇത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. നമ്മൾ നേരത്തെ ദിയാ കൃഷ്ണ ഷെയർ ചെയ്ത ആ ഒരു റീൽ ഞാൻ കാണിച്ചതാണ്, ഔറംഗസീബിന്റെ ഫോട്ടോ പിടിച്ചെന്നും പറഞ്ഞിട്ട്. അതും വേറൊരു നറേഷനാണ് വിടുന്നത്. അത് കേട്ട് ഈ CJP ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ട് ഇവർ പ്രഖ്യാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ CJPക്ക് ജമാഅത്ത് ഇസ്ലാം എന്ന് പറയുന്ന സംഘടനയുടെ സപ്പോർട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് അതിന്റെ ഒരു ഫേക്ക് ലെറ്റർ അടിച്ചിറക്കി. അത് നമ്മുടെ മെയിൻ സ്ട്രീം ചാനലിൽ വരെ ന്യൂസ് വന്നു എന്നുള്ളതാണ്. ഇതാണ് ഇങ്ങനൊരു ലെറ്റർ അടിച്ചിറക്കാണ്, ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിന്റെ പേരിൽ CJP സപ്പോർട്ട് എന്നും പറഞ്ഞിട്ട്. News 18 വന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഇതിനകത്ത് പറയുന്നത് ജൂലൈ 21 സെവറൽ എക്സ് ഹാൻഡിൽസ് ഷെയർ എ ലെറ്റർ ഫർദർ ആംപ്ലിഫൈങ് ദ ക്ലെയിം ദാറ്റ് ബംഗ്ലാദേശീസ് ജമാഅത്ത് ഇസ്ലാം സപ്പോർട്ട് കോക്രോച്ച് ജനതാ പാർട്ടി. ഇവർ സ്പ്രെഡ് ചെയ്യാണ്, എക്സിൽ കൂടെ എല്ലായിടേക്കും കൂടെ സ്പ്രെഡ് ചെയ്യാണ്. ന്യൂസ് ചാനൽ വരെ വന്നു. ഇന്നത്തെ ഫാക്ട് ചെക്ക് നടത്തിയ സമയത്ത് ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെത്തി. ബംഗ്ലാദേശ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ലോഗോ മിസ്മാച്ച് ആയിരുന്നു. പിന്നെ AI അനാലിസിസ് നടത്തിയ സമയത്ത് ഇതൊരു AI ജനറേറ്റഡ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതൊരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ലെറ്റർ ആണ്. ഈ സമരം നടത്തുന്നവർക്ക് വേറെ ബന്ധങ്ങളുണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ചാനലുകളായിട്ടുള്ള ചാനലുകൾ നോക്കിയതാണ്. ആദ്യം US-ഉമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, പിന്നെ ചൈനയുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ ബംഗ്ലാദേശുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ പാകിസ്ഥാനുമായിട്ട് ബന്ധമുണ്ട്. അവിടെ നിന്നൊക്കെ ഫണ്ട് വരുന്നുണ്ട്. എവിടെങ്കിലും ഒരിടത്ത് നിൽക്കടാ, ഇതെന്തുവാണ് അത്? കുറേശ്യോ അഭിജിത്ത് ദീപ്കാവും വല്ലതും ആണോ? ലോകത്തുള്ള എല്ലാ രാജ്യവുമായിട്ടും ബന്ധമുണ്ട്. മോദിയെക്കാളും ബന്ധമുണ്ടോ അഭിജിത്ത് ദീപ്കയ്ക്ക്? ഇവിടുന്നൊക്കെ ഫണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നെന്ന്. അമേരിക്ക, ചൈന, പാകിസ്ഥാൻ, ഏതൊക്കെ രീതിയിൽ അടിച്ചിറക്കാവോ ആ രീതിയിലൊക്കെ അടിച്ചിറക്കി. എന്നിട്ട് ഒന്നും നടന്നില്ല, പരിപാടിയൊന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ മുട്ടുകുത്തി വന്നത്. പിന്നീട് ഈ മുംബൈയിൽ ഒരു പോലീസുകാരൻ പിള്ളേരെ വരട്ടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. നിന്നെയൊക്കെ മയക്കുമരുന്ന് കേസിൽ പിടിച്ച് അകത്തിടുമെന്ന് പറയുന്നത്. അതുകൂടെ വെക്കാം. समझे कसम से घर पे इधर वापिस अगर किधर मिला नहीं तो फिर मेरे साथ बेकार आदमी नहीं बिल्कुल नहीं बिल्कुल मैं डायरेक्ट 50-50 ग्राम पाउडर डाल देगा कि जेब में। अरे नहीं नहीं हाँ, फिर गया क्या, जिंदगी गया। नो जामीन। वो तो सर वो तो और ही खराब। तुम लोग की वजह से हम लोग को तकलीफ है अभी। ठीक है सर, जाएंगे। मैं तो मालूम पड़ा कि फिर घूम के आ गए नहीं 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 तुम लोग को। അവന്മാരെടുത്ത കളി, ഇവൻ പറയുന്ന മൊത്തം അവന്മാര് വീഡിയോ എടുത്ത് നൈസായിട്ട് സോഷ്യൽ മീഡിയയിലും കിട്ടും. 50 ഗ്രാം സാമാനം പൗഡർ നിന്റെയൊക്കെ പേരിൽ അടിച്ചത് നിന്റെയൊക്കെ അകത്തിടുമെന്നൊക്കെ പറയുന്നത്. പിള്ളേരുടെ കളി, പിള്ളേരെ കണ്ട് മേടിച്ച ഈ ഉമ്മാക്കി കണ്ടിട്ട് എടുത്തിട്ട് കൊടുത്ത്. അടുത്തത് ഫുഡ്, ആഹാരത്തിൽ കൈവച്ചു, അങ്ങനെ പണിയാൻ ശ്രമിച്ചു. നമ്മൾ കണ്ടതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ ജന്തർ മന്തർ അഡ്രസ്സ് വെച്ചിട്ട് ഈ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഫുഡ് ഓർഡറിംഗ് ആപ്പ് ത്രൂ ഇവർക്ക് ഫുഡ് വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അയച്ചു കൊടുക്കുന്നതാണ്. ഈ ആപ്പുകളെല്ലാം പെട്ടെന്ന് അങ്ങ് ഷട്ട് ഡൗൺ ആയി, പ്രവർത്തനം അങ്ങ് നിർത്തി. ഇത് സൊമാറ്റോ. We are not able to deliver your area due to external reason beyond our control. Please try again later. The Swiggy. Due to unexpected situation, delivery is not available in your area. ഇവർ ഈ പറയുന്നത് പോലുള്ള ഒരു റീസൺ ആണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരിങ്ങനെ കാണിക്കത്തില്ലല്ലോ. അവർക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയമാണത്. അപ്പൊ സ്വന്തം കച്ചവടം മുടക്കിയിട്ട് അവരിങ്ങനെ വേണ്ട എന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് എഴുതി മേടിക്കൂ അല്ലെങ്കിൽ എഴുതി കാണിക്കൂ. അവരുടെ ആഹാരം മുടക്കുക ഇത് തന്നെ. ഇനി അടുത്ത വേറൊരു വീഡിയോ, പോലീസ് കൊണ്ടുവരുന്ന ഫുഡ് തട്ടിയെടുത്തോണ്ട് പോകുന്നു. वो देखो, वो बंदा जंतर मंतर प्रोटेस्ट पे खाना लेके जा रहा था, पुलिस वाले ने उसे रोक लिया. ये देखो खाना ले लिया उससे. वो देखो भाई, ये देखो खाना लेके जा रहा है. इसका खाना भी नहीं है, ये प्रोटेस्ट में जा रहा था, खाना ले लिया उसने. वो देखो, वो बच्चे स्टूडेंट्स के लिए कोई खाना भेज रहा और ये लोग इतने नीच हैं. उसको पूछा उसने यहीं पे, मैं अभी निकला ही हूँ जस्ट, अभी उसको पूछा प्रोटेस्ट. കണ്ടില്ലേ, അവനെ വഴിയിൽ തടഞ്ഞു വെച്ച് അവന്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് പോവാണ്. ഇത് പ്രൊട്ടസ്റ്റുകാർക്കായി വിട്ട ഫുഡാണ്, ആരോ അയച്ച ഫുഡാണ്. അങ്ങോട്ട് വരുന്ന എല്ലാ പേരറിയാത്ത ഏതോ ആൾക്കാർ അയച്ചാന്ന് വിചാരിച്ചിട്ട് എടുത്തോണ്ട് പോവാണ്. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. जो भी डिलीवरी वाले स्विगी या जोमेटो से लेके आ रहे हैं, उनका ये लोग नंबर नोट कर रहे हैं, उनको डरा धमका रहे हैं जो आप खाना कहाँ से ला रहे हैं. കേട്ടില്ലേ, ഫുഡുമായിട്ട് ഡെലിവറിക്കാർ വരുവാണെങ്കിൽ അവന്മാരുടെ നമ്പർ നോട്ട് ചെയ്യും, എന്നിട്ട് അവന്മാരെ പിടിച്ച് വരട്ടും. तो आप लोग देख लीजिए, अगर कोई भी खाना लाते हो तो यहाँ पे रोका जा रहा है, उनसे पूछा जा रहा है जो खाना क्यों ले जा रहे हो, क्यों नहीं ले जा रहे हो, यहीं रखो. सबका ये डायरी रखे हुए बोलते हैं, उसमें हम लोग मेंटेन करते हैं. ये देखिए डायरी भी देख लो, उसमें सबका नोट कर रहे हैं नंबर, और बाकी उन सबको डराया जा रहा है जो खाना मत लाओ. ये कर रहे हैं ये लोग. तो जो भी यहाँ के डीसीपी हैं, एसीपी हैं, सब लोग देख लें, जो ये स्टूडेंट के आवाज उठाने के लिए अगर उनको कोई हेल्प कर रहा है तो किस तरीके से ये लोग अत्याचार कर रहे हैं, आप लोग देख लीजिए. ആഹാരം അങ്ങോട്ട് കൊടുക്കരുത്, അവന്മാരെ പട്ടിണിക്കിട്ട് അവന്മാരെ അവിടെ നിന്ന് ഓടിക്കണം. ഇമാതിരി പരിപാടിയാണ് പോലീസുകാരും കാണിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? എന്തിനാ അവരുടെ ഫുഡ് പിടിച്ചു പറിക്കുന്നത്? കംപ്ലീറ്റ് പോലീസിനെ ചേർത്ത് പറയാല്ല, നല്ല പോലീസുകാരും ഉണ്ട്. അത് നമ്മൾ കണ്ടതാണ്, കുറെ വീഡിയോസ് കണ്ടതാണ്. പക്ഷെ ഇതുപോലെ ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളും ഉണ്ടേ. അൺഫോർച്ചുനേറ്റ്ലി കൂടുതൽ അവരായിപ്പോയി. അടുത്തത് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത വേറൊരു വ്യക്തിയാണ് സോനം വാങ്ചുക്. നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞതാണ്. അദ്ദേഹം ആരാണെന്ന് അങ്ങനെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിരാഹാര സമരമൊക്കെ ഇപ്പോൾ അവസാനിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ പേര് കളയാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിന് ചൈനയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് കുറെ പരിപാടികൾ അവർ ശ്രമിച്ചു. കാര്യം ഇയാളുടെ എൻട്രി കാരണമാണ് ഈ ഒരു സമരത്തിന് ഇത്രയും ഒരു ജനപിന്തുണ നൽകിയതും ഇത്രയും മീഡിയാസിന്റെ അറ്റൻഷൻ കിട്ടുകയും രാജ്യം മൊത്തം ഒരു ചർച്ചയായതും സോനം വാങ്ചുക്കിന്റെ ഈ ഒരു നിരാഹാര സമരം കാരണം. അപ്പൊ ഇത് പൊളിക്കാൻ വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ വെക്കാം, നിങ്ങളത് കണ്ടുവെക്കുക. Is Sonam Wangchuk an anti-national or a Chinese agent? This allegation was first raised because of this statement by him. चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं. हम जान क्यों दे जब हमारा कोई संरक्षण नहीं हो रहा. Wow, it's proved he's an anti-national. But wait a second, is this the complete video? This is just the edited part. ये क्लिप सोनम वांगचुक के मार्च 2024 में किए गए अनशन से ली गई है. यहाँ के एक फेमस कॉमेडियन हैं जिन्होंने कहा कि जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं. हम जान क्यों दे जब हमारा कोई संरक्षण नहीं हो रहा. और उसके बाद उन पर पुलिस की पूछताछ होने लगी. ये कैसे कहा है? So that's it. He was just stating the statement said by a comedian in his. സംഭവം മനസ്സിലായോ? നിങ്ങൾ ആദ്യം കണ്ട ക്ലിപ്പാണ് ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈനയിൽ നിന്ന് ആരെങ്കിലും ട്രസ്പാസ് ചെയ്ത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഞങ്ങൾ അവർക്ക് വഴി കാട്ടിക്കൊടുക്കും. ഇത് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെ ചൈനക്കാരനായിട്ട് മുദ്രകുത്തി രാജ്യദ്രോഹിയാക്കുന്നത്. പക്ഷെ അതിന്റെ കംപ്ലീറ്റ് വീഡിയോയിൽ പറയുന്നത് എന്താണ്? ഒരു കൊമേഡിയൻ പറഞ്ഞ ഒരു കോമഡി ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇദ്ദേഹം പറയാണ്. ചൈനയിൽ നിന്ന് വരുവാണെങ്കിൽ അത് വേറൊരാൾ പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് ഇയാൾ പറയുന്നത്. ഈ കൊമേഡിയൻ പറഞ്ഞു എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയാണ് പ്രചരിപ്പിക്കുന്നത്. പിടികിട്ടിയോ? കഴിഞ്ഞില്ല, നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് ഇമ്മാതിരി പരിപാടി. കേരളത്തിലെ സംഖ്യകൾ ഇതുപോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹാഷ്മിയുടെ ഒരു വീഡിയോ 24-ല് കേട്ടോ. ലഡാക്ക് വഴി ചൈന ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് വഴികാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ സോനം വാങ്ചുക്. അയാൾ ഒരു അന്തം രാജ്യദ്രോഹിയാണ്. ഏതെങ്കിലും ഇത്രയും കേൾക്കുന്ന നിങ്ങൾക്ക് എന്ത് തോന്നും? ഹാഷ്മി വരെ പറയുന്ന അങ്ങനെ ഒരു അന്തം രാജ്യദ്രോഹിയാണ്, ചൈനയിൽ നിന്ന് വരുന്നവന്മാർക്ക് വഴി കാട്ടി കൊടുക്കുന്നവനാണ്. ഈ ഒരു പീസ് കട്ട് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാഷ്മി പറഞ്ഞു അപ്പുറം ഇല്ലാണ്ട് ഹാഷ്മിക്ക് വരെ മനസ്സിലായി. നമ്മുടെ ന്യൂസ് ചാനൽ വരെ വന്ന് പറയുന്നവൻ രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞിട്ട്. ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ വെക്കാം, മൊത്തം കേൾക്കുക. ലഡാക്ക് വഴി ചൈന ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് വഴികാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ സോനം വാങ്ചുക്. അയാൾ ഒരു അന്തം രാജ്യദ്രോഹിയാണ്. ഏതെങ്കിലും ഫോർത്തറൈറ്റ് മുഖമില്ലാത്ത സൈബർ വ്യാളിയല്ല, ഒരു വാർത്താ ചാനൽ പ്രധാനിയുടെ പോസ്റ്റാണ്. അയാൾ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നൂറുകണക്കിന് സൈബർ വ്യാജന്മാർ, വെറുപ്പിന്റെ വക്താക്കൾ, പണ്ടേ പോരാടാത്തവർ, പോരാട്ടങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തവരുടെ പിന്മുറ ആരാധകർ പടച്ചിറക്കുന്ന ഒരു പച്ചക്കള്ളമാണ്. അധാർമിക പണികൾ, ഇമ്മോറൽ വൃത്തികേടുകൾ അവർക്കൊരു പുതിയ കാര്യവുമല്ല. അത്തരത്തിൽ വ്യാജപ്പടപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സമരവീര്യം ചോരയിൽ പോകുന്ന ഒരു മനുഷ്യനെ വെള്ളത്തുണിയിൽ തൂക്കിവാരി അവിടുന്ന് രായ്ക്ക് രാമാനം അങ്ങ് മാറ്റിയാൽ സമരം തീരും എന്ന അധികാര മൗഢ്യത്തിന്റെ മുഖത്തെ കാണുന്ന യുവരോഷത്തിന്റെ പൊട്ടിത്തെറിയ ഗതികെട്ടവന്റെ വോൾക്കാനിക് ഇറപ്ഷൻ
വന്ദേ മാതരം, ഇൻകുലാബ്, ഗോദി തേരി, താനാഷാഹി മുദ്രാവാക്യങ്ങൾക്കിടയിൽ മറ്റൊന്നുകൂടി ആർജവത്തിൽ കേട്ടു. ജബ് ജബ് യുവാ സട്കോൺ പറായ ഇതിഹാസ് ബദൽ ഗയാ തോ സട്ടാ ഹില്ലാ ഹേ. എപ്പോഴൊക്കെ യുവാക്കൾ തെരുവിൽ നിറഞ്ഞോ അപ്പോഴൊക്കെ മാറിയതാണ് ചരിത്രം. അധികാര സാമ്രാട്ടുകൾ വിറച്ചു വീണതാണ്. കേന്ദ്രാധികാരത്തിന്റെ മൂക്കിൻ കീഴിൽ 100, 200 അല്ല, 1000, 2000 അല്ല, 10,000-കണക്കിന് യുവാക്കളുടെ അപ്രൈസിംഗ് അടിച്ചൊതുക്കാൻ രാവിലെ മുതൽ തന്നെ ഇറക്കിയത് ബറ്റാലിയൻ കണക്കിനാണ്. പോലീസ്, BSF, RPF, RAF, CRPF 6 7 പേര് വളഞ്ഞിട്ട് കൈകഴക്കുമ്പോൾ ഓങ്ങിയടിച്ചിട്ടും ഇനിയും അടിക്കടോ, മാറോ സാർ എന്ന മുദ്രാവാക്യത്തിൽ ചെറുപ്പക്കാരൻ ചെറുത്തെങ്കിൽ അത് വേദനിക്കാഞ്ഞിട്ടല്ല. ഈ സിസ്റ്റം പരാജയത്തിൽ നൈരാശ്യത്തിന്റെ കഴുക്കോൽ തൂങ്ങിയാടിയ മക്കൾക്ക്, ആ ശവപ്പെട്ടികൾക്ക് നീതി ചോദിക്കലാണ്, ആദരമാണ്, ട്രിബ്യൂട്ടാണ്, മുദ്രാവാക്യം കൊണ്ട് ശ്രദ്ധാഞ്ജലി. മക്കളുള്ള അച്ഛന്മാരെ, മക്കളുള്ള അമ്മമാരെ മർദ്ദനമേറ്റുവാങ്ങൽ നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ആ രോഷം ഇനിയും കാണാതിരിക്കാവതാണോ? ഇപ്പൊ വരും ഏതോ ജോർജ് സോറോസ്, ഉഗാണ്ടയിലെ ഗൂഢാലോചന, അർബൻ നക്സൽ, മാവോവാദി, ജിഹാദി, പുഹാദി, സാറന്മാരെ ചാപ്പ് കൈവച്ചാൽ മതി, ജന്തർ മന്തർ അത് വർക്കൗട്ട് ആവില്ല. കോർപ്പറേറ്റുകളുടെ ഫണ്ടും വാങ്ങി ഓംബ്ര പറയാത്തവരാണ്. സോക്കോൾഡ് ദേശീയ മാധ്യമങ്ങൾ തുപ്പിത്തള്ളിയവരാണ്. ഗാന്ധിയാണ്, അംബേദ്കറാണ്, ഭഗത് സിംഗാണ് വഴികാട്ടികൾ. ഇൻകുലാബാണ് മുദ്രാവാക്യം. ധാർഷ്ട്യത്തിന്, ഒഡാസിറ്റിക്കെതിരെ ആർജവത്തിൽ ആഞ്ഞടിക്കുന്ന യൂത്തിനെ ചാപ്പയും ലാത്തയും കാണിച്ച് പേടിപ്പിക്കല്ലേ സർക്കാരെ. രോമാഞ്ചം കൊള്ളാം. ഈ പരിപാടി ഭയങ്കര പേടിയാട്ടോ. ഇതാണ് പറഞ്ഞു വന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം ചീളിക്ക് എടുത്തിട്ടാണ് അമ്മ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും പോരാഞ്ഞിട്ട് ഇപ്പൊ നോർത്തിലൊക്കെ ഉള്ള പല ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് പൈസ കൊടുത്ത് വീഡിയോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതും ഒരു വീഡിയോയ്ക്ക് 20,000 രൂപ, 2 വീഡിയോ ചെയ്തെങ്കിൽ 40,000 രൂപ. ആലോചിച്ച് നോക്കി, BJPയുടെ ഓഫറാ ഇത്. കുറെ ക്രിയേറ്റേഴ്സ് ഇതും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടൊക്കെ ഇവര് ഡിസേബിൾ ചെയ്യുന്ന തോന്നുന്നത് കുറെ ക്രിയേറ്റേഴ്സ്. जानना चाहती है ना कि देश का पैसा जहाँ का है. आज मैं तुम्हें बताता हूँ देश का पैसा कहाँ जा रहा है. तो कल रात के 3 बजे के करीब मुझे एक मेल आता है. उस मेल पे साफ साफ शब्दों में एक मीडिया एजेंसी मुझसे कह रही है कि हम एक पेड कैंपेन चला रहे हैं, पॉलिटिकल पेड कैंपेन चला रहे हैं, जिसके लिए हम आपको पे करेंगे 40,000 रुपीज फॉर 2 रील्स. और उसमें आपको एज अ स्टूडेंट बन के बात करनी है, देश के मुद्दों पर बात करनी है. जो देश में स्टूडेंट प्रोटेस्ट चल रहा है उसको बहुत ही नेगेटिव वे में सारी चीजें बतानी है आपको. നമ്മുടെ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ് വരുന്ന അതിന് നെഗറ്റീവായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അപ്രോച്ച് ചെയ്തേക്കുന്നത്. ഇതൊരു വീഡിയോ ആണ്. പല ക്രിയേറ്റേഴ്സ് പോലെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും ആക്ച്വലി നിലവിലില്ല. എനിക്കൊന്ന് ഈ പറഞ്ഞ ടീം തന്നെ ടേക്ക് ഡൗൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല ടെക്നിക്കലി സൗണ്ടഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ടീംസ് ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഇത്രയൊക്കെ ചെയ്തത് പോരാഞ്ഞിട്ട് സമരം ചെയ്യാമെന്ന പിള്ളേരുടെ നെഞ്ചത്ത് നോക്കിയിട്ട് പെല്ലറ്റ് കണ്ണു വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കും. പലപ്പോഴും പലരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ആ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ വെക്കാൻ നിൽക്കുന്നില്ല, ഡിസ്റ്റർബിങ് ആണ്. ഒരു പയ്യന്റെ കണ്ണിന്റെ കാഴ്ച വരെ പോയി. അമ്മാതിരി ക്രൂരതയാണ് ഈ തെമ്മാടികൾ കാണിച്ചത്. അമ്മാതിരി ക്രൂരത. ഇത്രയൊക്കെ ഈ കുട്ടികളെ ദ്രോഹിച്ചിട്ടും തീവ്രവാദികളൊന്നും മുദ്ര കുത്താൻ ശ്രമിച്ചിട്ടും അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അവർ പിന്നോട്ട് പോയില്ല. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അതിന്റെ ബലമാണ് ഇപ്പോൾ ഈ കിട്ടിയത്. BJPക്ക് കുട്ടികളുടെ മുന്നിൽ മുട്ടുകുത്തി കുമ്പിട്ടിരിക്കേണ്ടി വന്നു. കൂടുതലൊന്നും പറയുന്നില്ല. ജയ് ഹിന്ദ്.